എന്റെ പേര് രാഹുൽ. എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ദൈവം ഏകനാണെന്ന് നാം കേട്ടിട്ടുണ്ട്. ഇവിടെയും ദൈവം ഏകനാണെന്ന് നാം കേട്ടു. അല്പം മുമ്പ് രണ്ട് വ്യക്തികൾ ഷഹാദത്ത് ചൊല്ലിയപ്പോൾ പറഞ്ഞത് ദൈവം ഇല്ല, അല്ലാഹുവല്ലാതെ. രാജേഷുമായി സംസാരിക്കുമ്പോൾ താങ്കൾ പറഞ്ഞു ഇസ്ലാമിന് മുമ്പുണ്ടായിരുന്ന മതങ്ങളെ തിരുത്തിയെന്ന്. ഇസ്ലാമിന്റെ മുമ്പുള്ള മതങ്ങളിൽ ചില തെറ്റുകളുണ്ടായിരുന്നു. താങ്കൾ സംസാരിച്ച അവസാനത്തെ പ്രവാചകൻ എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ പിന്തുടരണം. ഇസ്ലാമിന് മുമ്പ് അല്ലാഹു അല്ലാതെ ദൈവമില്ല എന്നത് താങ്കൾ നിഷേധിക്കുകയാണോ? ഹൈന്ദവ വേദപ്രകാരമുള്ള ശിവനും ഗണേശനും ഇല്ല എന്നാണോ താങ്കൾ പറയുന്നത്? ഇസ്ലാം അനുസരിച്ച് ഈ സത്യം താങ്കൾ നിഷേധിക്കുകയാണോ? താങ്കൾ പറഞ്ഞതുപോലെ അല്ലാഹു അല്ലാതെ വേറെ ദൈവമില്ലേ? ദൈവം ഏകനാണെന്ന് ഞങ്ങളും പറയുന്നുണ്ടല്ലോ. സഹോദരൻ നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. ഷഹാദത്ത് ചൊല്ലിയപ്പോൾ അല്ലാഹു അല്ലാതെ ദൈവമില്ലെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതനാണെന്നും പറഞ്ഞപ്പോൾ താങ്കൾ അർത്ഥമാക്കുന്നത് ഇസ്ലാം വന്ന് എല്ലാം ശരിയാക്കിയെന്നും ഇസ്ലാമിന് മുൻപ് ഒരു ദൈവവും ഉണ്ടായിരുന്നില്ല എന്നാണോ എന്നതാണ് സഹോദരന്റെ ചോദ്യം. എനിക്ക് പറയാനുള്ളത് ഇത് കേവലം തെറ്റിദ്ധാരണയാണ്. ഇസ്ലാം ഒരു പുതിയ മതമല്ല. ഇസ്ലാം 1400 വർഷം മുൻപ് നിലവിൽ വന്നതല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ സ്ഥാപകനല്ല. മനുഷ്യൻ ഭൂമിയിൽ കാൽ കുത്തിയത് മുതൽ ഇസ്ലാമുണ്ട്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ സ്ഥാപകനല്ല. അദ്ദേഹം അവസാനത്തെ പ്രവാചകനാണ്. ഹൈന്ദവത നിലവിൽ വരുന്നതിന് മുൻപ് ഇസ്ലാമുണ്ട്. അള്ളാഹു വളരെ വ്യക്തമായി ഖുർആനിൽ പറയുന്നു. 3-ാം അധ്യായം സൂറ ആൽ ഇംറാൻ 19-ാം വചനം, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഇസ്ലാം മാത്രമാണ്. ഈ സന്ദേശം ആവർത്തിക്കുന്നു. ഖുർആനിലെ 3-ാം അധ്യായം സൂറ ആൽ ഇംറാൻ 85-ാം വചനം, ഇസ്ലാം അല്ലാത്തതിനെ ആരെങ്കിലും മതമായി ആഗ്രഹിക്കുന്ന പക്ഷം അത് അവനിൽ നിന്ന് ഒരിക്കലും സ്വീകരിക്കപ്പെടുന്നതല്ല. അവൻ നഷ്ടക്കാരിൽപ്പെട്ടവനായിരിക്കും. ഇതിന്റെ അർത്ഥം മതമായിട്ട് ഇസ്ലാം മാത്രമേയുള്ളൂ. പ്രഥമ പ്രവാചകൻ ആദം നബി അലൈഹി ഇസ്ലാമായിരുന്നു. ധാരാളം പ്രവാചകർ ശേഷം വന്നു. പ്രിയപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 1,24,000 പ്രവാചകന്മാർ ഭൂമിയിൽ വന്നിട്ടുണ്ട്. ഖുർആനിൽ 25 പ്രവാചകന്മാരുടെ പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആദം, ഇബ്രാഹിം, നൂഹ്, മൂസ, ഈസ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങിയവർ. ഖുർആനിൽ പേര് പറഞ്ഞവർ 25 മാത്രമേയുള്ളൂ. അപ്പോൾ താങ്കൾ പറയും രാമനിൽ വിശ്വസിച്ചുകൂടെ, കൃഷ്ണനിൽ വിശ്വസിച്ചുകൂടെ? ഞാൻ പറയുന്നു എനിക്കറിയില്ല. അവർ ദൈവത്തിന്റെ പ്രവാചകരായിരുന്നു. ഞാൻ പറയും എനിക്കറിയില്ല. ഒരുപക്ഷെ അവർ പ്രവാചകരായിരിക്കും, ഒരുപക്ഷെ അല്ലാതിരിക്കാം. ഒരുപക്ഷെ അവർ പ്രവാചകന്മാരായിരിക്കാം, ഒരുപക്ഷെ അല്ലാതിരിക്കാം. ഖുർആനിൽ പറയാത്തതുകൊണ്ട് എനിക്കറിയില്ല. ഒരുപക്ഷെ ആയിരിക്കാം, അല്ലാതിരിക്കാം. പക്ഷെ അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുൻപ് വന്ന പ്രവാചകർ മുഴുവനും ആ കാലത്തെ സമുദായത്തിലേക്ക് മാത്രം അയക്കപ്പെട്ടവരാണ്. സന്ദേശത്തിന് കാലപരിമിതിയുണ്ടായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പ്രവാചകനായതുകൊണ്ട് അത് അറേബ്യൻ മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതല്ല, അത് എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ്. അതാണ് ഖുർആൻ പറയുന്നത്. 21-ാം അധ്യായം സൂറ അൻബിയാവിലെ 107-ാം വചനം, ലോകർക്ക് കാരുണ്യമായി കൊണ്ടല്ലാതെ നിന്നെ നാം അയച്ചിട്ടില്ല. എല്ലാ മനുഷ്യർക്കും കാരുണ്യമായിട്ടാണ് താങ്കളെ നാം അയച്ചത്. അതുപോലെ നേരത്തെ അവതരിപ്പിച്ച വേദങ്ങൾ മുഴുവനും ഖുർആനിൽ 4 പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. തൗറ, സബൂർ, ഇൻശീൽ, ഖുർആൻ. പക്ഷെ അള്ളാഹു പറയുന്നു 13-ാം അധ്യായം സൂറ റഅദ് 38-ാം വചനം, ഓരോ കാലാവധിക്കും ഒരു ഗ്രന്ഥമുണ്ട്. ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്, അവയുടെ പേരറിയില്ല. താങ്കൾ ചോദിക്കും വേദങ്ങൾ ദൈവവചനങ്ങളാണോ? ഒരുപക്ഷെ ആയിരിക്കാം, ഒരുപക്ഷെ അല്ലാതിരിക്കാം. പക്ഷെ ദൈവവചനമാണെങ്കിൽ തന്നെയും ഖുർആനിന് മുൻപ് വന്ന വേദങ്ങൾ മുഴുവനും ആ കാലത്ത് ജനങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നു. ഒരു സമയപരിധി ഉണ്ടായതുകൊണ്ട് സർവശക്തനായ ദൈവം അവ സംരക്ഷിച്ചില്ല. ഖുർആൻ അവസാനത്തെ ഗ്രന്ഥമായതുകൊണ്ട് 1400 വർഷങ്ങൾക്ക് മുൻപ് ഖുർആൻ വെളിപ്പെടുത്തി അത് അറേബ്യൻ മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതല്ല, മനുഷ്യർക്ക് മുഴുവനായിട്ടുള്ളതാണ്. ഖുർആൻ പറയുന്നു 14-ാം അധ്യായം സൂറ ഇബ്രാഹിം 1-ാം വചനം, 14-ാം അധ്യായം സൂറ ഇബ്രാഹിം 52-ാം വചനം, 39-ാം അധ്യായം സൂറ സുമർ 39-ാം വചനം. ഖുർആൻ മുഴുവൻ മനുഷ്യർക്കും വേണ്ടി അവതരിച്ചതാണ്. അത് അറേബ്യൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം അവതരിച്ചതല്ല. മനുഷ്യത്വത്തെക്കുറിച്ച് സംസാരിക്കണമെന്ന് ഞാൻ കരുതുന്നില്ല. നമുക്ക് ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കാം. ഇസ്ലാം പരിപൂർണമായും അല്ലാഹു അല്ലാത്ത ദൈവത്തെ നിഷേധിക്കുന്നു. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, താങ്കൾ ഇപ്പോൾ എന്നോട് പറഞ്ഞു, അതായത് വേറെ ചില വേദങ്ങളുണ്ടെന്ന് ഖുർആനിൽ എഴുതപ്പെട്ടിട്ടുണ്ടായിരിക്കാം, എഴുതപ്പെട്ടിട്ടില്ലാതിരിക്കാം. ദൈവമുണ്ട് എന്നത് പറയാത്തത് ഹൈന്ദവ, ജൈന, ബുദ്ധ മതങ്ങളിലെ പണ്ഡിതരുടെയും എഴുത്തുകാരുടെയും ചില തെറ്റുകളാണോ? ശരി, വളരെ നല്ല ചോദ്യം. ഞാൻ താങ്കളോട് പറയുന്നത് എന്റെ ഉത്തരം ശരിക്കും കേട്ടിരുന്നുവെങ്കിൽ താങ്കൾക്ക് മനസ്സിലാകുമായിരുന്നു. മുൻപ് വന്ന വേദങ്ങൾ മുഴുവനും ശേഷമുള്ളവർ പിന്തുടരേണ്ട ആവശ്യമില്ലാത്തതിനാൽ ദൈവം അവ സംരക്ഷിച്ചില്ല. താങ്കൾ എന്റെ ഉത്തരം കേട്ടിരുന്നുവെങ്കിൽ ധാരാളം വേദങ്ങളുണ്ട്. 4 പേര് മാത്രമേ അറിയൂ.
ഇന്ന് അത് അനുസരിക്കേണ്ടാത്തതിനാൽ എന്തിന് അതിനെക്കുറിച്ച് ഗവേഷണം നടത്തണം? രാമായണവും മഹാഭാരതവും ഇല്ല എന്നാണോ താങ്കൾ പറയുന്നത്? ഞാൻ പറഞ്ഞു, ധാരാളം വേദങ്ങളുണ്ട്. പക്ഷെ രാമായണവും സേതുപാലവും ഉണ്ടായിരുന്നതായിട്ട് ഇപ്പോഴും ഭൂമിശാസ്ത്രപരമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. താങ്കളും അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. താങ്കൾക്ക് രാമായണത്തെക്കുറിച്ച് അറിയണം? അല്ലല്ല, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ശരി, താങ്കൾ ഒരു ചോദ്യം ചോദിച്ചു. ഞാൻ അതിനെക്കുറിച്ചുള്ള വിവരം തരാം. ഇപ്പോൾ രാമായണത്തെയും മഹാഭാരതത്തെയും കുറിച്ചാണ് ഇപ്പോൾ നിങ്ങൾ എന്നോട് സംസാരിച്ചത്. താങ്കൾക്ക് മഹാഭാരതത്തെയും രാമായണത്തെയും കുറിച്ച് എത്രമാത്രം വിചാരമുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ചോദിക്കട്ടെ, എത്ര ഇനം രാമായണമുണ്ട്? എനിക്കറിയില്ല. താങ്കൾക്കറിയില്ല? സാധാരണ രാമായണത്തെക്കുറിച്ച് എനിക്കറിയുകയുള്ളൂ. അത് ഞാൻ കണ്ടിട്ടുണ്ട്. സഹോദര, ഞാൻ പറഞ്ഞുതരാം. രാമായണത്തിൽ മഹാപണ്ഡിതനായ രാമാനുജന്റെ അഭിപ്രായത്തിൽ 300-ലധികം വ്യത്യസ്ത ഇനം രാമായണമുണ്ട്. ഓക്കെ, 300 വ്യത്യസ്ത ഇനങ്ങൾ. ഏതാണ് താങ്കൾ പിന്തുടരുക? ഖുർആൻ ഒന്ന് മാത്രമേ ഉള്ളൂ. ഷിയ, സുന്നി, ഷാഫി, അനഫി എന്ന് വിളിക്കുന്ന അവാന്തര വിഭാഗങ്ങളുണ്ട്. ഖുർആൻ ഒന്ന് മാത്രമേ ഉള്ളൂ. താങ്കൾ രഹസ്യമായോ പരസ്യമായോ അല്ലാഹു അല്ലാത്ത ദൈവമുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ നിഷേധിക്കുകയാണോ? യാഥാർത്ഥ്യത്തെ നിഷേധിക്കുകയല്ല, യാഥാർത്ഥ്യം പറയുകയാണ്. എന്തെന്നാൽ അള്ളാഹുവിന് മുൻപ് ഒരു ദൈവം ഉണ്ടായിരുന്നില്ല. അള്ളാഹുവിനെ കൂടാതെ ഇപ്പോൾ വേറെ ഒരു ദൈവവുമില്ല. അള്ളാഹു അല്ലാത്ത ഒരു ദൈവം ഇനി ഉണ്ടാവുകയുമില്ല. പക്ഷേ താങ്കളുടെ ചോദ്യത്തിലേക്ക് വരുന്നു. ഇസ്ലാം ഒരു പുതിയ മതമല്ല എന്ന് മനസ്സിലാക്കുന്നതിൽ താങ്കൾ പരാജയപ്പെട്ടിരിക്കുന്നു. അല്ല, ഞാൻ ഖുർആനിനെ ആദരിക്കുന്നു, ഇസ്ലാം മതത്തെയും ആദരിക്കുന്നു. ഖുർആനിനെ കുറിച്ചോ പ്രവാചകനെ കുറിച്ചോ സംശയമില്ല. ഒന്നിനെക്കുറിച്ച് സംശയമില്ല. അവസാന സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് അള്ളാഹു അല്ല ദൈവമുണ്ട് എന്നതിനെ നിഷേധിക്കുന്നു എന്നതാണ് വിഷയം. താങ്കൾ പറയുന്നത് ഹിന്ദുക്കൾക്ക് ദൈവമില്ല. അല്ല സഹോദര, ഹൈന്ദവതയും ഇതേ കാര്യമാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഹൈന്ദവത പറയുന്നു ദൈവത്തിന് ബിംബമില്ല, എന്നിട്ടും ദൈവത്തിന്റെ പ്രതിമയുണ്ടാക്കി രാമൻ എന്ന് വിളിക്കുന്നു. കൃഷ്ണന്റെ പ്രതിമ ഉണ്ടാക്കി ദൈവമെന്ന് വിളിക്കുന്നു. ബ്രഹ്മയുടെ പ്രതിമയുണ്ടാക്കുന്നു. എന്താണത്? അത് വൈകാരികമാണ്. ഹിന്ദുമതത്തിലെ വൈകാരികതയെ താങ്കൾ വെല്ലുവിളിക്കരുത്. സ്രഷ്ടാവിനെ താങ്കൾ അനുസരിക്കുന്നില്ല. ഞാൻ വൈകാരിക വ്യക്തിയാണ്, അതുകൊണ്ട് എനിക്ക് ആരെയും കൊല്ലാം. ഞാൻ വൈകാരിക വ്യക്തിയാണ്, എനിക്ക് ആരെയും അപമാനിക്കാം എന്ന് താങ്കൾക്ക് പറയാൻ കഴിയില്ല. താങ്കൾ ദൈവത്തെ അപമാനിക്കുകയാണ്. എന്റെ പ്രതിമയുണ്ടാക്കി അതിനോട് പ്രാർത്ഥിക്കരുതെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അത് പിന്തുടരുന്നവരുടെ മനസ്സിലുള്ള വൈകാരികതയാണ്. വൈകാരികമല്ല, അത് യജുർവേദം അധ്യായം 32 3-ാം വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. സർവശക്തനായ ദൈവത്തിന്റെ പ്രതിമയുണ്ടാക്കരുത്. എന്നിട്ടും നിങ്ങൾ ഉണ്ടാക്കുന്നു. താങ്കളുടെ വേദഗ്രന്ഥത്തിന്റെ കൽപ്പനയ്ക്കെതിരാണ് താങ്കൾ ചെയ്യുന്നത്. എന്റെ വേദഗ്രന്ഥത്തിന്റെ അല്ല, നിങ്ങളുടെ വേദഗ്രന്ഥത്തിന്റെ. പക്ഷെ ഞാൻ താങ്കളോട് പറയുന്നത്, നിങ്ങളൊരു ഹിന്ദു എന്ന് സ്വയം വിളിക്കുന്നുവെങ്കിൽ ഏതു ഹിന്ദു വേദഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്ന ഹിന്ദു? മഹാഭാരതത്തിൽ വിശ്വസിക്കുന്ന ഹിന്ദു? ശാസ്ത്രീയതയെക്കുറിച്ച് താങ്കൾ സംസാരിക്കുന്നു. ഞാൻ ശാസ്ത്രീയതയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ മഹാഭാരതത്തെക്കുറിച്ച് താങ്കൾക്കറിയാമോ? അർജുനന്റെ പിതാമഹൻ പറഞ്ഞ കഥയാണ് മഹാഭാരതം. തുടക്കത്തിൽ മഹാഭാരതത്തിൽ 8000 ശ്ലോകങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് 24,000 ശ്ലോകങ്ങൾ അതിലുണ്ട്. എന്നാൽ ഇന്നത്തെ മഹാഭാരതത്തിൽ 1,00,000-ലധികം ശ്ലോകങ്ങളുണ്ട്. എവിടെ നിന്നാണ് അത് വരുന്നത്? തലമുറകളായി കഥ കൈമാറിയപ്പോൾ തങ്ങളുടെ കുടുംബത്തിലെ നായകന്മാരുടെ കഥയും അതിൽ ഉൾപ്പെടുത്തി. ഇന്നത്തെ പണ്ഡിതർ പറയുന്നു, യഥാർത്ഥ മഹാഭാരതത്തിൽ 2 കുടുംബങ്ങൾ, പാണ്ഡവരും കൗരവരും തമ്മിലുള്ള പാരമ്പര്യ ശത്രുത വിവരിക്കുന്നു. കഥ പറയുന്ന മഹാഭാരതത്തിൽ 8000 ശ്ലോകങ്ങളാണുള്ളത്. ഇന്നത് 1,00,000. എവിടെ നിന്നാണ് 92,000 വന്നത്? നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ നിന്ന് താങ്കൾ മാറിപ്പോയിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. ഞാൻ മാറിപ്പോയിട്ടില്ല. ഒരു ശാസ്ത്രീയ വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നു, ഈ മഹാഭാരതത്തിൽ കൂട്ടിച്ചേർക്കലുകളും തിരുത്തലുകളും അഴിമതിയും നടന്നിട്ടുണ്ട്. ഞാനല്ല പറയുന്നത്, ഹിന്ദു പണ്ഡിതരാണ് ഇത് പറയുന്നത്. ഹൈന്ദവ പണ്ഡിതർ എഴുതിയത് താങ്കൾ വായിക്കുകയാണെങ്കിൽ കൂട്ടിച്ചേർക്കലുകൾ നടന്നിട്ടുണ്ടെന്ന് കാണാം. ഡോക്ടർ സാക്കിർ നായിക് അല്ല പറയുന്നത്. ഞാൻ അവരുടെ പുസ്തകം വായിച്ചിട്ടുണ്ട്. ഞാൻ താങ്കളെ ബോധവൽക്കരിക്കുകയാണ്. താങ്കളുടെ പണ്ഡിറ്റുകൾ ഒരുപക്ഷെ പറഞ്ഞു തരില്ലായിരിക്കാം. എന്താണ് ഞാൻ പറയുന്നതെന്നാൽ, താങ്കൾ മഹാഭാരതത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. കുരുക്ഷേത്രത്തെക്കുറിച്ച് താങ്കൾക്കറിയാമോ? ഇന്നത്തെ കുരുക്ഷേത്രത്തെക്കുറിച്ച് അറിയാമോ? അതെ. അത് എത്ര വലിപ്പമുണ്ടെന്നറിയാമോ? അതെ. എത്ര വലിപ്പമുണ്ട്? മഹാഭാരതം പറയുന്നു അക്ഷൗഹിണി ഉണ്ടായിരുന്നു. രാവിലെ യാത്ര തുടങ്ങിയാൽ രാത്രി വരെ രഥയാത്ര തുടരും. അതുപോലെയുള്ള 13 അക്ഷൗഹിണികളുണ്ടായിരുന്നു. ഓരോന്നിനും 10,000 ആനകളും 1000-കണക്കിന് കുതിരകളും ഉണ്ടായിരുന്നു. താങ്കൾക്കറിയാമോ, കുരുക്ഷേത്രം വളരെ ചെറുതാണ്. അവ എവിടെയാണ് ഉൾക്കൊള്ളുക? ഈ ഹാളിൽ എന്റെ പ്രസംഗം 10,00,000 ആളുകൾ വന്നുവെന്ന് ഞാൻ പറഞ്ഞാൽ ഡോക്ടർ സാക്കിർ നായിക് വിഡ്ഢിയാണെന്ന് താങ്കൾ പറയും. ഇന്ന് ഭൂമിശാസ്ത്രപരമായി കുരുക്ഷേത്ര ചെറുതാണ്. എന്നാൽ അക്കാലത്ത് ഒരു പ്രദേശത്തിനെ മുഴുവനും കുരുക്ഷേത്ര എന്നാണ് പറഞ്ഞിരുന്നത്. സഹോദര, താങ്കൾ മഹാഭാരതം വായിച്ചിട്ടുണ്ടോ? ഞാൻ വായിച്ചിട്ടില്ല, അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇതാണ് പ്രശ്നം. താങ്കൾ കേട്ടതാണ്, എന്നാൽ ഞാൻ അത് വായിച്ചിട്ടുണ്ട്. എവിടെയാണ് അതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു മെഡിക്കൽ ഡോക്ടറാണ്. ഞാൻ പറയുകയാണ്, സഹോദര, താങ്കൾക്ക് പ്രമേഹമുണ്ട്, പഞ്ചസാര കഴിക്കരുത്. അല്ല, പ്രമേഹം ആരോഗ്യത്തിന് നല്ലതാണെന്ന് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. സഹോദര, താങ്കൾ പറഞ്ഞതിന് ഉത്തരം നൽകുകയാണ് ഞാൻ. താങ്കൾ പറഞ്ഞു 10,00,000 കുതിരകൾക്ക് ഈ ഹാളിൽ ഒരുമിച്ച് കൂടാൻ കഴിയില്ലെന്ന്.
കുതിരകളല്ല ശ്രോതാക്കൾ കുതിരകൾ എന്റെ പ്രഭാഷണം കേൾക്കാൻ വരാറില്ല. ക്ഷമിക്കണം. ഞാൻ എല്ലാവരോടും മാപ്പ് ചോദിക്കുന്നു. താങ്കൾ ശ്രോതാക്കളെ കുതിരകളെന്ന് വിളിക്കുന്നു. എന്റെ ഉത്തരം താങ്കളോടാണ്. കുരുക്ഷേത്രയുടെ അതിരുകൾ നിശ്ചയിച്ചിട്ടില്ല. മൊത്തം പ്രദേശത്തിനാണ് കുരുക്ഷേത്ര എന്ന് പറയുന്നത്. നിശ്ചയിച്ചിട്ടുണ്ട്. മഹാഭാരതത്തിൽ നിശ്ചയിച്ചിട്ടുണ്ട്. നിശ്ചയിച്ച് അതിർത്തികൾ പറഞ്ഞിട്ടുണ്ട്. വേദഗ്രന്ഥത്തിൽ പോലും പറഞ്ഞിട്ടുണ്ട്. വേദഗ്രന്ഥത്തിൽ ഏതാണതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭൂമിശാസ്ത്രപരമായ സ്ഥാനമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതെ, ഭൂമിശാസ്ത്രപരമായ സ്ഥാനം വേദഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയാം. എന്റെ വീട്ടിൽ നിന്ന് 50 മൈൽ അകലെയാണ് കുരുക്ഷേത്ര. നിങ്ങളുടെ വീട്ടിൽ നിന്നല്ല, വേദഗ്രന്ഥത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. വേദഗ്രന്ഥം താങ്കളുടെ മനസ്സിൽ നിന്ന് എത്രയോ അകലെയാണ്. താങ്കൾ ചർച്ചയിൽ നിന്ന് മാറിപ്പോകുന്നു. അതുകൊണ്ട് മാറിപ്പോകുന്നില്ല. ശാസ്ത്രീയ ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ധാരാളം കൂട്ടിച്ചേർക്കലുകളും തിരുത്തലുകളും നടന്നിട്ടുണ്ട്. വേദഗ്രന്ഥത്തെ ഞാൻ വിമർശിക്കുന്നില്ല. ശാസ്ത്രീയ തെളിവുകളും യുക്തിയും അനുസരിച്ചാണ് ഞാനത് പറയുന്നത്. എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത്, ഇസ്ലാം അതിപ്രാചീനമാണ്. പിന്നെ എങ്ങനെയാണ് ഇസ്ലാമിന് മുൻപ് എന്ന ചോദ്യമുണ്ടാകുന്നത്? ഇസ്ലാമിന് മുൻപ് മനുഷ്യനില്ല. മനുഷ്യൻ വന്നപ്പോൾ ഇസ്ലാമും വന്നു. പിന്നെ എവിടെയാണ് ഇസ്ലാമിന് മുൻപ് എന്ന ചോദ്യം? ഇസ്ലാമിനെ കുറിച്ചുള്ള അറിവ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഇസ്ലാം 1400 വർഷം മുൻപ് വന്നതാണെന്ന്. ഹൈന്ദവതയെക്കുറിച്ച് താങ്കൾക്കറിയാമോ? ഹൈന്ദവ വേദഗ്രന്ഥ പണ്ഡിതരിൽ ഭൂരിപക്ഷവും പറയുന്നത് 4000 വർഷം മുൻപാണ് ഹൈന്ദവ വേദഗ്രന്ഥങ്ങൾ വന്നത് എന്നാണ്. ഇസ്ലാം 4000 വർഷം മുൻപ് വന്നതല്ല. ഇസ്ലാം അതിപ്രാചീനമാണ്. എത്ര വർഷമെന്ന് നമുക്കറിയില്ല. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ്. ഇസ്ലാമിന് മുൻപ് എന്ന് താങ്കൾ പറയുന്നു. എന്നാൽ മുൻപും അള്ളാഹു അല്ലാത്തൊരു ദൈവമില്ല. ഇന്നും അള്ളാഹു മാത്രമേ ദൈവമായുള്ളൂ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷവും അള്ളാഹു മാത്രമേ ദൈവമായിട്ടുണ്ടാവുകയുള്ളൂ. ഞാൻ വിചാരിക്കുന്നത് ഇത് മതങ്ങളിലുള്ള വ്യത്യാസത്തിന്റെ കാര്യമാണ്. ഹൈന്ദവത ഉൾപ്പെടെയുള്ള എല്ലാ മതങ്ങളുടെയും വിശ്വാസം ഇതാണ്. ക്രൈസ്തവത ഉൾപ്പെടെയുള്ള എല്ലാ മതങ്ങളുടെയും വിശ്വാസം ഇതാണ്. ഹൈന്ദവതയിൽ ദൈവം ഒന്നേയുള്ളൂ എന്ന വിശ്വാസമാണ്. ഞാൻ ഒരിക്കലും ശിവനോ രാമനോ അല്ലാതെ ദൈവമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതാണ് എന്റെ വിഷയം. വളരെയധികം നന്ദി. ശിവൻ ദൈവമല്ല, അവതാരമാണ്. ദൈവദൂതൻ എന്ന് പറഞ്ഞോളൂ, പ്രശ്നമില്ല. പക്ഷേ താങ്കൾ ശിവൻ ഒരു ദൈവം, കൃഷ്ണൻ വേറെ ഒരു ദൈവം, രാമൻ വേറെ ഒരു ദൈവം എന്ന് പറഞ്ഞാൽ അത് താങ്കളുടെ വേദഗ്രന്ഥങ്ങൾക്കെതിരാണ്. ഇക്കം എവതിത്വം, അതായത് ഒരു സെക്കൻഡ് പോലും വ്യത്യാസമില്ലാതെ ദൈവം ഏകനാണ്. ഞാൻ മനസ്സിലാക്കുന്നത് താങ്കളുടെ അറിവ് വളരെ കുറവായതുകൊണ്ട്. ഒരു മെഡിക്കൽ ഡോക്ടർ എന്ന നിലയ്ക്ക് താങ്കൾക്ക് പ്രമേഹമുണ്ട്. അത് താങ്കളുടെ ആഗ്നേയ ഗ്രന്ഥിക്ക് അപകടമാണ്. പഞ്ചസാര കുറക്കണം മുതലായ കാര്യങ്ങൾ പറയുമ്പോൾ താങ്കൾ പറയുന്നു, അല്ല പഞ്ചസാര ഊർജ്ജവും ശക്തിയും ഉണ്ടാവാൻ നല്ലതാണ് എന്ന് വായിച്ചിട്ടുണ്ട് എന്ന് താങ്കൾ പറയുന്നത് പോലെയാണ്. സഹോദര, താങ്കൾക്കത് വിഷമാണ്. അല്ല. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? താങ്കളുടെ ഉത്തരത്തിന് വളരെ നന്ദി. താങ്കൾക്ക് സന്മാർഗം കാണിക്കട്ടെ. വളരെ നന്ദി.